നമ്മൾ ഇന്ന് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് EST 200 KTU S3 മൊഡ്യൂൾ 2 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിൻ്റെ സിലബസിൽ ഡിസൈൻ തിങ്കിങ് അപ്രോച്ചസ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു ഡിസൈൻ തിങ്കിങ്, ഐട്രേറ്റീവ് ഡിസൈൻ, തിങ്കിങ് പ്രോസസ് സ്റ്റേജസ്, തിങ്കിങ് ആസ് ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് ക്വസ്റ്റ്യനിങ്, ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം, എൻവയോൺമെൻറ്റ്, അതൊക്കെയാണ് പഠിക്കാനുള്ളത്. എന്താണ് ഡിസൈൻ തിങ്കിങ്? ഡിസൈൻ തിങ്കിങ് എന്ന് പറയുമ്പോൾ യൂസ്ഡ് ബൈ ഇന്നോവേറ്റേഴ്സ് ഇൻ ലിറ്ററേച്ചർ, ആർട്ട്, മ്യൂസിക്, സയൻസ്, എഞ്ചിനീയറിംഗ് ആൻഡ് ബിസിനസ്. എ പ്രോസസ് ഫോർ ക്രിയേറ്റിംഗ് പ്രോബ്ലം സോൾവിംഗ്, എ ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ച് ടു ഇന്നോവേഷൻ, ആൻഡ് ഐട്രേറ്റീവ് പ്രോസസ്. ഒരു ഡിസൈൻ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചിന്തിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ട് ബുക്കിൽ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് ഡിസൈൻ തിങ്കിങ്ങിനെ പറ്റി പറയുന്നത് ഒരു നോബൽ പ്രൈസ് ലോറിയേറ്റും ഒരു കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റുമായ ഹെർബർട്ട് എ സൈമൺ എന്ന് പറയുന്ന ആണ് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ്റെ ദ സയൻസസ് ഓഫ് ദ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്ന ബുക്കിനകത്ത് 1969. ഈ ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് ആണ് പല വലിയ വലിയ കമ്പനീസ് ഉപയോഗിക്കുന്നത്. ആപ്പിൾ, ഗൂഗിൾ, സാംസങ്, അങ്ങനെ എല്ലാ മിക്കവാറും കമ്പനീസും ഈ ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഡിസൈൻ തിങ്കിങ് പഠിപ്പിക്കുന്ന പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അങ്ങനെ നമ്മുടെ IIT മദ്രാസിലുണ്ട് ഡിസൈൻ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറിയാൻ മേലാത്ത ഒരു അൺനോൺ പ്രോബ്ലംസിനെ അതിനെ മറികടക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഡിസൈൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. Design thinking is an iterative process in which we seek to understand the user, challenge assumptions, and redefine the problems in an attempt to identify alternative strategies and solutions that might not be instantly apparent with our initial level of understanding. നമ്മളുടെ എന്താണോ ആൾക്കാരുടെ ആവശ്യം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ അസ്യൂം ചെയ്യുന്ന, നമ്മൾ ചിന്തിക്കുന്ന ചിലപ്പോൾ പൊട്ടത്തരങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ അതിനെ എങ്ങനെ മറികടക്കാണെന്ന് ചിന്തിച്ച് അതിനെ റീഡിഫൈൻ ചെയ്ത് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന ആ ഒരു അങ്ങനെയുള്ള കാര്യം, അതിനൊരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്. It is a non-linear iterative process that teams use to understand users, challenge, assumption, redefine പറഞ്ഞതാണ്. വേരിയൻസ് ഓഫ് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത് എംപതൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്. ഇതാണ്. എംപതൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ നീഡ്സ് ഇൻവോൾവ്. ഇപ്പോൾ നേരത്തെ മൊഡ്യൂളിൽ നമ്മൾ ഗ്യാസ് ട്രോളിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അത് അവരുടെ അമ്മയുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യം അതൊരു അവരുടെ ലാംഗ്വേജിൽ നിന്നും ഒരു എൻജിനീയറിംഗ് ടെക്നോളജിക്കൽ ലാംഗ്വേജിൽ അതിനെ ആക്കി ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നപ്പം അവരുടെ ആ ഒരു പ്രയാസം, ആ ബുദ്ധിമുട്ട് അവിടെ മാറുവാണ് എന്ന്. അപ്പോൾ നമ്മൾ മനുഷ്യരുടെ ആവശ്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ നീഡ്സ് ഇൻവോൾവ്. അത് കഴിഞ്ഞ് റീഫ്രെയിം ചെയ്യണം ആ പ്രോബ്ലത്തിനെ. പ്രോബ്ലം എങ്ങനെ അത് മറികടക്കാം എന്നുള്ളത് ചിന്തിക്കണം. റീഫ്രെയിം ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം ഇൻ ഹ്യൂമൻ സെൻട്രിക് വേസ്. ഐഡിയേറ്റ്, അതിനൊരു ഐഡിയ കണ്ടുപിടിക്കുക. ഹ്യൂമൻ സെൻറ്റേർഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. പ്രോട്ടോടൈപ്പ്, അഡോപ്റ്റ്സ് എ ഹാൻഡ് ഓൺ അപ്രോച്ച്. അതിനകത്ത് ഒരു ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ നമ്മളതിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് അത് സൊല്യൂഷൻ ഒരുപാട് ഇത് വരുമല്ലോ, എന്താണ്, ഓരോരോ സൊല്യൂഷൻസ് വരും. അതാണ് പ്രോട്ടോടൈപ്പ്. ടെസ്റ്റ് എന്ന് പറയുന്നത് അതിൽ നിന്നും ആ കറക്റ്റ് ഒരു പ്രോബ്ലം സോൾവിങ്ങിന് ഏതാണ് പറ്റുന്നത് അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അതാണ് ടെസ്റ്റ്. എംപതൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്. ഇത് ആണ് 5 സ്റ്റേജസ് ആണ്. ഇതിനെ എഡിപ്റ്റി എന്നാണ്, ഇതിനെ 5 ഫേസസിനെ പറയുന്നത് വേരിയൻസ് ഓഫ് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്. ഡിസൈൻ തിങ്കിങ് സ്റ്റേജസ് എന്ന് പറയുന്നതാണ് എംപതൈസ് ടു ഹെൽപ്പ് ഡിഫൈൻ പ്രോബ്ലം. ടു ഡിഫൈൻ ആണ്. ഡിഫൈനിൽ നിന്നും ടെസ്റ്റ് റിവീൽ ഇൻസൈഡ് ദാറ്റ് റീഡിഫൈൻ പ്രോബ്ലത്തിലേക്ക്. ടെസ്റ്റിൽ നിന്നും ഡിഫൈനിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഡിഫൈൻ ടു ഐഡിയേറ്റ്. ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ടെസ്റ്റിൽ നിന്നും ടെസ്റ്റ് ക്രിയേറ്റ് ന്യൂ ഐഡിയാസ് ഫോർ ദ പ്രോജക്റ്റ്. പ്രോട്ടോടൈപ്പ് ഇന്ന് ലേൺ ഫ്രം ദ പ്രോട്ടോടൈപ്സ് ടു സ്പാർക്ക് ന്യൂ ഐഡിയാസ്. എംപതൈസ് ടു ടെസ്റ്റ് ആൻഡ് ലേൺ അബൌട്ട് യൂസേഴ്സ് ത്രൂ ടെസ്റ്റിംഗ്. അത് കഴിഞ്ഞ് പ്രോട്ടോടൈപ്പ്, ദെൻ ടെസ്റ്റിംഗ്. എംപതൈസ്, റിസർച്ച് യുവർ യൂസേഴ്സ് നീഡ്. കസ്റ്റമേഴ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് ഇടപഴകുക, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ പേടികൾ, അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ എന്താണ് ആവശ്യം
എങ്ങനെ അത് മറികടക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. നോട്ട് ജസ്റ്റ് വാട്ട് ദ കസ്റ്റമർ സേസ് ബട്ട് അണ്ടർസ്റ്റാൻഡ് അണ്ടർലൈങ് ബിഹേവിയേഴ്സ്. അവരുടെ ചിലപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഒരു കാര്യം പറഞ്ഞ് ഇതാക്കാൻ പറ്റത്തില്ലായിരിക്കും. നമ്മൾ അവരുടെ വിഷമങ്ങളും അതും എല്ലാം മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്നിട്ട് അതനുസരിച്ച് വേണം നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ. പ്ലേസിങ് വൺസെൽഫ് ഇൻ കസ്റ്റമേഴ്സ് ഷൂസ്, കോഗ്നേറ്റീവ്, ഇമോഷണൽ ആൻഡ് കമ്പാഷനേറ്റ് എംപതി. ഇതാണ് ഒരു ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ചാണ് എംപതൈസ് എന്ന് പറയുന്നത്. അടുത്തത് ഡിഫൈൻ. ഇറ്റ് സ്റ്റേറ്റ്സ് യൂസേഴ്സ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. അത് ആ പ്രോബ്ലത്തെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കി എടുക്കുകയാണ്. അനലൈസ് ഇൻഫർമേഷൻ ഗ്യാതേർഡ് ഇൻ ദ എംപതൈസ് ഫേസ്. ഡിഫൈൻ ദ കോർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ കസ്റ്റമേഴ്സ്. ഏറ്റവും കൂടുതൽ അവർ ബുദ്ധിമുട്ടുന്ന, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം നമ്മളത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതി വെക്കുന്നു. ഐഡിയേറ്റ്, ചലഞ്ച് അസംഷൻസ് ആൻഡ് ക്രിയേറ്റ് ഐഡിയാസ്. നമ്മൾ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അതിൽ നിന്നും ഒരു ഐഡിയ ഉണ്ടാക്കുക. Core of the design thinking process where creativity is unleashed and innovation happens. ഒരു ഡിസൈൻ തിങ്കിങ്ങിൻ്റെ ഒരു കാതലായ കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. ആ ക്രിയേറ്റിവിറ്റിയിൽ നിന്നാണ് പല കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഒബ്ജക്റ്റീവ് ഈസ് ടു ഫൈൻഡ് ദ ന്യൂ സൊല്യൂഷൻ. നമ്മുടെ ഒരു ഗോളെന്ന് പറയുന്നത് ഒരു പുതിയൊരു സൊല്യൂഷൻ അതിന് പറ്റുന്നത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ഐഡിയാസ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഒരു ടീമായിട്ടാണ് ആലോചിക്കുന്നതെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ 5 പേരാണെങ്കിൽ 5 ഐഡിയാസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏറ്റവും നല്ലതൊരെണ്ണം എടുക്കുകയാണ്. ടെക്നിക്സ് ഫോർ ഐഡിയേഷൻ എന്ന് പറയുന്നത് ബ്രെയിൻസ്റ്റോമിങ്, ബ്രെയിൻറൈറ്റ്, വേഴ്സ്റ്റ് പോസിബിൾ ഐഡിയ ആൻഡ് സ്കാമ്പർ. സ്കാമ്പർ എന്ന് പറയുമ്പോൾ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട്, കമ്പൈൻ, അഡാപ്റ്റ്, മോഡിഫൈ. ഇതാണ്. Allow any or all suggestions, then refine the ideas, stimulate the free thinking and expand problem space. Out of the box thinking. നമ്മൾ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടെങ്കിൽ ആ ബോക്സിനുള്ളിൽ മാത്രം ഇട്ടായിട്ടില്ല ചിന്തിക്കേണ്ടത്. അതിന് പുറത്ത് ചിലപ്പോൾ പൊട്ടത്തരമാണെന്ന് നമ്മൾ ചിന്തിക്കും. അത് പറഞ്ഞാലെന്ന് ചിന്തിക്കാതെ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതും പറയുക. അങ്ങനെ അതിൽ നിന്നും ഐഡിയാസ് റീഡിഫൈൻ ചെയ്ത് ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആയിട്ട് ചിലപ്പോൾ അത് മാറും. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ആവോ ഇല്ലയോ എന്നുള്ളതൊന്നും. അങ്ങനെയാണ്. ഫുട്ബോൾ ടൂർണമെൻറ്റ് നോക്കൗട്ട് റൗണ്ട്സ്. ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ 8 ടീമുണ്ട്. A തൊട്ട് H വരെയാണ് ഓരോ ടീമും. ഫസ്റ്റ് റൗണ്ടിൽ 4 മാച്ചസ്, സെക്കൻഡ് റൗണ്ടിൽ 2 മാച്ചസ്, തേർഡ് റൗണ്ടിൽ വരുമ്പോൾ 1 മാച്ച്, D ആൻഡ് H കൂടിയാണ്. ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് അപ്പോൾ 7 7. അപ്പം നോക്കൗട്ട് റൗണ്ട്സിൽ ടീംസ് 128 ടീംസ്. ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് ഫോർ ഗെറ്റിംഗ് ഫൈനൽ വിന്നർ എന്ന് പറയുന്നത് 127 ആയിരിക്കും. നമുക്കത് എങ്ങനെയാണ് ഈ ആൻസർ കിട്ടുന്നത്? 127 എന്നുള്ള ആൻസർ എങ്ങനെ കിട്ടും? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് ഫോർ ഗെറ്റിംഗ് 127 ലോസേഴ്സ് എന്ന് പറയുന്നത് ഒരു ടീം മാത്രമേ ജയിക്കത്തുള്ളൂ. 127 ടീം തോക്കും. അപ്പോൾ അത് നമുക്ക് ഈ N-1 ഈ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ വെച്ചാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിനൊക്കെ ആൻസർ കണ്ടുപിടിക്കാനുള്ള പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം. പ്രോട്ടോടൈപ്പ്. സ്റ്റാർട്ട് ടു ക്രിയേറ്റ് സൊല്യൂഷൻസ്. എക്സ്പെരിമെൻ്റൽ ഫേസ് ടു ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ. നമ്മൾ ചെയ്ത ഐഡിയാസിന് അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. Experimental phase to identify the best possible solution. Produce some inexpensive scaled down versions of product to investigate the ideas. Could be paper prototyping. Prototype shared and tested with the team or other departments or people outside the design team. Investigated one by one and accepted or improved or re-examined, rejected on the basis of the users. Test. Try your solutions out. നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിഗറസ് ടെസ്റ്റിംഗ് ഓഫ് പ്രോട്ടോടൈപ്പിൽ ചെയ്ത കാര്യങ്ങൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. Although the final phase, designing thinking, is iterative. Return to the previous stage to make further iterations, alterations, refinements to find or rule out alternative solutions. Results used to redefine one or more further problems. അടുത്തതാണ് 2 ടൈപ്പ് ഓഫ് തിങ്കിങ് ഉണ്ട്. ഡൈവേർജൻറ്റ് തിങ്കിങ്, കൺവേർജൻറ്റ് തിങ്കിങ്. രണ്ടും ഒരു കോംപ്ലിമെൻ്ററി മെത്തേഡ്സ് ആണ്. ഐഡിയാസും വർക്കും എല്ലാം നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ ചിന്തിക്കുന്ന ഐഡിയാസ് എല്ലാം നമ്മൾ തിങ്കിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് 2 രീതിയിലായിരിക്കും. ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല നിങ്ങൾ ചിന്തിക്കുന്നത്.
അപ്പം എല്ലാവർക്കും പല പല ഐഡിയാസ് ആയിരിക്കും. ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്മിങ് അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ് ആൻഡ് പോസിബിലിറ്റീസ് വിതൗട്ട് ജഡ്ജ്മെൻറ്റ്, വിതൗട്ട് അനാലിസിസ്, വിതൗട്ട് ഡിസ്കഷൻ. ഒരു ജഡ്ജ്മെൻറ്റും ഒരു അനാലിസിസും ഒരു ഡിസ്കഷനും ഇല്ലാതെ നമ്മൾ ഒരു ഐഡിയാസിൽ ചെല്ലുകയാണ്. It is the type of thinking that allows you to free associate, to go big, and to discuss possible new ways to solve difficult challenges that have no single or right known answer. നമുക്കതിൻ്റെ ഉത്തരം അറിയാമല്ലാതെ നമ്മൾ ഓരോരോ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നു. അതിന് പറ്റുന്ന വേസ് അതൊന്നും നമ്മൾ ഡിഫിക്കൽട്ട് ചലഞ്ചസ് ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ആ സമയത്ത് ഒരു ചെറിയൊരു സംഭവത്തിൽ നിന്ന് നമ്മൾ പല പല സൊല്യൂഷനിൽ ചെല്ലുന്നതാണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസിൽ നിന്നും നമ്മൾ ഒരെണ്ണത്തിലേക്ക് എത്തുവാണ്. അതാണ് കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഡൈവേർജൻറ്റ് വ്യതിചലിച്ചു പോകുക, കൺവേർജൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. Convergent thinking is associated with analysis, judgment, and decision making. It is the process of taking a lot of ideas and sorting them, evaluating them, analysis the pros and cons, and making decision. അപ്പോൾ ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുവാണെങ്കിൽ കൺവേർജൻറ്റ് തിങ്കിങ് ആണ് പറയുന്നത്. കാരണം അത് ഒരുപാട് അനാലിസിസും ജഡ്ജ്മെൻറ്റും ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം നോക്കിയിട്ടാണ് അതിൽ എത്തുന്നത്, ഒരു സൊല്യൂഷനിൽ എത്തുന്നത്. On the divergent end, thinking seeks multiple perspectives and multiple possible answers to these questions and problems. ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ അവസാനം വരുമ്പോൾ ഒരു കാര്യത്തിന് ഒരുപാട് അന്തരങ്ങൾ ഉണ്ടാകും. ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ചിന്തിക്കുന്നത്, അതുപോലെയല്ല അതിൻ്റെ അടുത്തിരിക്കുന്ന ആൾ ചിന്തിക്കുന്നത്. അങ്ങനെ പല പല പെർസ്പെക്റ്റീവായിട്ടുള്ള വ്യൂസ് ആയിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. പക്ഷേ കൺവേർജൻറ്റ് തിങ്കിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ആൻസർ, ഒരു സൊല്യൂഷൻ, അങ്ങനെ 1 question 1 solution എന്നായിരിക്കും. രണ്ടിനും രണ്ടിനായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസൈൻ തിങ്കിങ് യൂസിങ് എ ഡബിൾ ഡയമണ്ട് അപ്രോച്ച്. ഒരു ഡബിൾ ഡയമണ്ട് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ഡൈവേർജിങ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ തിങ്ക് ബ്രോഡ്ലി, കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്, കൺസിഡർ എനിത്തിങ് ആൻഡ് എവറിത്തിങ്. നമുക്കവിടെ സ്വാതന്ത്ര്യമുണ്ട് ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൽ. നമുക്ക് എന്തും ചിന്തിക്കാം, ഓപ്പൺ മൈൻഡഡ് ആണ്. ആ സമയത്താണ് പല പല ഇന്നോവേറ്റീവ് ഐഡിയാസും ആ സമയത്ത് വരുന്നത്. എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം എന്നുള്ളതാണ്. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ തിങ്ക് നാരോലി, വളരെ ചെറുതായിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. ആ കാര്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, അതിനൊരു പ്രോബ്ലം സോൾവിങ് മാത്രം ചെയ്യുന്നു. അതാണ് കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ പ്രോസസ് ഓഫ് നോളേജ് ട്രാൻസ്ഫർ ഈസ് എ ഹ്യൂജ് പ്രോബ്ലം ഫോർ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഒരു അറിവ് പകർന്നു കൊടുക്കുന്ന അതാണ് ഒരു ഹ്യൂജ് പ്രോബ്ലം. വേസ് ടു എലിമിനേറ്റ് ഓർ അറ്റ്ലീസ്റ്റ് റെഡ്യൂസ് ദ കമ്പനീസ് എക്സ്പെൻഡിച്ചർ ഫോർ ട്രാൻസ്ഫറിങ് നോളേജ് ടു ഇറ്റ്സ് ന്യൂ എംപ്ലോയീസ്. ഇപ്പോൾ ഒരു കമ്പനിയിലെ ഒരു ഹെഡാണെങ്കിൽ അവരുടെ എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അത് എല്ലാവർക്കും ആ ഒരു അറിവ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, ഇപ്പം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാമല്ലെങ്കിൽ അതെല്ലാവരും ഇപ്പോൾ പഠിപ്പിക്കണമെങ്കിൽ അതൊരു നല്ലൊരു പാടുള്ള പരിപാടിയാണ്. അത് അത്ര ഇല്ല എന്നാലും ചെറുതായിട്ട്. Divergent thinking solution ആണെങ്കിൽ possible and even not so possible solution. Eliminate the process of knowledge transfer. Conduct the classroom section for the knowledge transfer where a large number of new employees can be seated and just one instructor can deliver sections to many employees at once. This will reduce the cost as the number of paid instructors required will be less. Divergent thinkingലാണ് അത് ചിന്തിക്കുന്നതെങ്കിൽ ഒരു നോളേജ് ട്രാൻസ്ഫറിൻ്റെ ആ ഒരു ഇത് മാറ്റിയിട്ട് ഒരു ക്ലാസ് റൂം സെക്ഷൻ ആ എംപ്ലോയീസിന് വെക്കുകയാണെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ ആവശ്യമുള്ളൂ. അവിടെ ഒരുപാട് ആളുകൾ പെയ്ഡായിട്ട് ഇൻസ്ട്രക്ടേഴ്സിനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ വെച്ച് എല്ലാവരെയും പഠിപ്പിക്കുകയാണെങ്കിൽ സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് നല്ല ഐഡിയ ആണ്. പ്രിപ്പയർ എ ഡോക്യുമെൻറ്റ് ഫോർ ദ നോളേജ് ട്രാൻസ്ഫർ ആൻഡ് മെയിൽ ഇറ്റ് ടു ഫോർ എവറി ന്യൂ എംപ്ലോയീസ് സജസ്റ്റ് സെൽഫ് സ്റ്റഡി മോഡ് വിത്ത് ദ ഡോക്യുമെൻറ്റ്. അവർക്ക് PDF എന്തെങ്കിലും അവർക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കൊടുത്ത് അതിനകത്ത് ചെയ്ത് എല്ലാ എംപ്ലോയീസിനും മെയിലായിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ അവർ തന്നെ ഒരു പഠിക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. Ask the employees to search for the material online to gain knowledge of new tools and processes which are currently in use in the industry. Hire only those employees who have adequate know how the tools and techniques that company requires. This will eliminate the need of knowledge transfer.
നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇൻ്റർനെറ്റിൽ നിന്നെല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും ചെയ്യണം എന്ന് എംപ്ലോയീസിനോട് പറയുവാണെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല എംപ്ലോയീസിനെ എടുക്കുകയും ചെയ്യാം. ഒരു നോളേജ് ട്രാൻസ്ഫറിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. Write all the solutions that may come to your mind without focusing on its feasibility. This is called the process of divergent thinking, where a thinker is free to move or flow in any direction. ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൽ അയാൾക്ക് സഞ്ചരിക്കാത്ത പാതയിലൂടെ ഞാൻ സഞ്ചരിച്ചിരുന്നിരിക്കും എന്ന് പറയുന്നതാണ് ഈ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് അനലൈസിങ് ദ 5 ideas. ഇറ്റ് ക്യാൻ ബി ഈസിലി സെഡ് ദ ഓപ്ഷൻ 1 is not feasible. Without knowledge transfer, company cannot operate. കൺവേർജൻറ്റ് തിങ്കിങ്ങിനകത്ത് ഒരുപാട് പേരെ കൊണ്ട് ഇപ്പോൾ ചിന്തിപ്പിക്കുകയാണെങ്കിൽ അവർ പറയുകയാണ് ഒന്നാമത്തെ ഐഡിയ കൊള്ളത്തില്ല. ഫോർ ദ സെയിം റീസൺ ഓപ്ഷൻ 5 അഞ്ചാമത്തെ ഐഡിയ ഈസ് അക്സെപ്റ്റബിൾ ആണ്, അതാണ് ബെസ്റ്റ് പ്രാക്ടീസ്, ബാക്കിയുള്ളവരെ നന്നായിട്ട് അവർ നല്ല എംപ്ലോയീസിനെ നമുക്ക് കിട്ടും എന്നൊക്കെ പറയും. ഓപ്ഷൻ 4 ആണ് പഠിക്കാൻ അവർക്ക് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ നല്ലതെന്ന് പറയും. 2ഉം 3ഉം പിന്നെ അവിടെ ബാക്കി കിടക്കുന്നു. അങ്ങനെ പല പല ഇത് വരും കൺവേർജൻറ്റ് തിങ്കിങ്ങിൽ. അങ്ങനെ അവർ ഈ 5 എണ്ണത്തിൽ ഒരെണ്ണത്തിലെത്തും. അതാണ് കൺവേർജൻറ്റ് തിങ്കിങ്ങും ഡൈവേർജൻറ്റ് തിങ്കിങ്ങും. ഇപ്പം നമ്മൾ മാറ്റി പറയേണ്ടി വരും. ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് ഏറ്റവും നല്ലതെന്ന് ഇപ്പം ഞാൻ പറയേണ്ടി വരും. ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം എൻവയോൺമെൻറ്റ്. ഡിസൈൻ തിങ്കിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു തിങ്കിങ്ങിനകത്ത് ടീമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരാൾ തന്നെ ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. നമ്മൾ കൂട്ടത്തിലൊരു ഫ്രണ്ട്സായിട്ട് ഒക്കെ ചിന്തിക്കുമ്പോൾ team size depends on the challenge, may even comprise multiple teams working parallelly to tackle various parts of more complex problem. Teams working alone sometimes and merging together at other times. ഒരു ടീമാണെങ്കിൽ ഇപ്പോൾ ഒരു കാറ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണെങ്കിൽ ആ കാറിൻ്റെ എൻജിൻ പാർട്സ് എല്ലാം ഒരു ടീമാണ്, അതിൻ്റെ ബോഡി പാർട്സ് എല്ലാം വേറൊരു ടീമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ടീമാക്കുവാണെങ്കിൽ കാര്യങ്ങൾ നമുക്കൊരു വണ്ടി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ഒരു ഇത് അങ്ങനെ പറയുകയാണെങ്കിൽ ആ ടീം വളരെ നന്നായിട്ട് നമുക്കൊരു നടത്താൻ പറ്റും. Team cross-section. Cross-disciplinary teams, a mix of specialization including specialists associated with the problem areas contributing but not dominating the journey. Teams may consist of people unfamiliar with each other, with external members as specialists or facilitators depending on the need of skills, coming together of different minds and personalities. Right kind of specialization, T-shaped people who have a depth of knowledge in their own fields, but they can also reach out and connect with others horizontally. ഇപ്പം ഒരു ടീമിന് ഇത്ര കാര്യങ്ങൾ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് അറിയെങ്കിൽ അടുത്ത ടീമിന് വേറൊരു സബ്ജക്റ്റിനെ പറ്റിയാണെങ്കിൽ ഒരു ടി ഷേപ്പ് ആയിട്ടാണ് ഓരോരുത്തർക്കും നോളേജ് എങ്കിൽ അത് കണക്ട് ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു ടീമിൽ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും 5 കാര്യങ്ങളിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന അങ്ങനെ ചെയ്യുവാണെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് അതിനൊരു ഐഡിയ ഉണ്ടാക്കാനും റീച്ച് ഔട്ട് ആൻഡ് കണക്ട് വിത്ത് അതേഴ്സ് ഹൊറിസോണ്ടലി നമുക്ക് അതാണ് ടീം ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ടീം കൾച്ചർ എന്ന് പറഞ്ഞാൽ വിത്ത് എ ലിമിറ്റഡ് പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ് എവറി വൺ നീഡ്സ് ടു ബി ഇൻവോൾവ് ഇൻ എവറിത്തിങ്. എല്ലാ കാര്യത്തിലും എല്ലാവരും ഇടപെടണം. വളരെ കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമാണ് നമുക്കുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പീപ്പിൾ വിത്ത് എമ്പതി, ക്യൂരിയോസിറ്റി, കറേജ്, ഓപ്പൺ മൈൻഡഡ്, ഹോളിസ്റ്റിക് തിങ്കിങ്, സ്ട്രിപ്പിംഗ് അവേ ബയാസസ് ആൻഡ് ഫേവറേറ്റ് ആംബിഗ്യൂറ്റി ഓവർ rational clarity, willingness to respect other opinions, non-judgmental. അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുന്നില്ല, കാരണം ആരും സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല ഒന്നിലും. അപ്പോൾ എല്ലാവരുടെയും ഒപ്പീനിയൻസിന് അവിടെ വാല്യൂ ഉണ്ടാകും. Right facilitator, a leader, one who can maintain high levels of energy and enthusiasm, can steer the group around obstacles, has some experience in running design thinking projects. ഒരു ലീഡർ ആയിരിക്കണം, അവർക്ക് നല്ല എനർജി ലെവൽ, നല്ലൊരു അവരെ ബാക്കിയുള്ള ടീംസിലെ ആൾക്കാരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. അവരാണ് ആ എല്ലാവരുടെയും ഡിസൈൻ തിങ്കിങ് അപ്രോച്ചസും പ്രോബ്ലംസും എല്ലാം ഒരു സൊല്യൂഷനിലെത്തിക്കാൻ നല്ലൊരു ലീഡർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. Team functioning. Ensure in the team inclusiveness, cohesion, collaboration and interaction, creative confidence, obstacles to overcome, fear of failure, intimidation, low self-esteem, hierarchy, creative blocks, blind spots, specialization bias. Ice breaking. Break all barriers and inhibitions.
നമ്മൾ ചിന്തിക്കുന്നതും നമ്മളുടെ ഒരു അതിർവരമ്പ് നമ്മൾ ഒന്നിനും ഇടാൻ പാടില്ല. സെറ്റ് എ ക്രിയേറ്റിവിറ്റി മൂഡ് ആൻഡ് സ്റ്റാർട്ട്. ക്രിയേറ്റ് എ സ്റ്റോറി. നമ്മൾ തന്നെ ഒരു കഥ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ നമ്മുടെ മോഡ്യൂൾ തീർന്നു. ഒന്നുകൂടെ പറയുകയാണ്. ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത് പ്രോസസ് ഫോർ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് ആണ്. ഐറ്ററേറ്റീവ് ഡിസൈൻ പ്രോസസ് സ്റ്റേജ് ആവർത്തിക്കുക എന്നുള്ളതാണ് ഐറ്ററേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതിന് 5 phases ആണുള്ളത്. എംപതൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ് ആൻഡ് ടെസ്റ്റ്. അതെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് എ പേപ്പർ പ്രോട്ടോടൈപ്പിംഗ് സ്കിൽസ്. 3D മോഡൽ. ഡിസൈൻ തിങ്കിങ്, ഐറ്ററേറ്റീവ് അപ്രോച്ച്, കേസ് സ്റ്റഡി. ബാഗ് ഫോർ കോളേജ് സ്റ്റുഡൻറ്റ്. ഒരു കോളേജ് സ്റ്റുഡൻറ്റിന് ഒരു ബാഗ് ഉണ്ടാക്കുക. ചിലപ്പം നമുക്ക് ഒരു LKG സ്റ്റുഡൻറ്റിന് ഒരു ബാഗ് ഉണ്ടാക്കാൻ പറയും. രണ്ടും രണ്ട് രീതിയിലായിരിക്കും. എല്ലാം സെയിം അല്ല. ടു ഡിസൈൻ എ ബാഗ് ഫോർ കോളേജ് സ്റ്റുഡൻറ്റ്. ഒരു കേസ് സ്റ്റഡി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ സൊല്യൂഷൻ എഴുതാം, ഒബ്ജക്റ്റീവ്, എംപതൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്, ഇങ്ങനെയെല്ലാം എന്ന് പറഞ്ഞ് വേണം നമ്മൾ എഴുതാൻ. എന്നിട്ട് അതിനൊരു നല്ലൊരു നീറ്റ് സ്കെച്ച് നമ്മൾ അതിന് കൊടുക്കുകയും ചെയ്യണം. ഒബ്ജക്റ്റീവ് എന്താണ്? ഒരു കോളേജ് സ്റ്റുഡൻറ്റിന് ഒരു ബാഗ് ഉണ്ടാക്കുക ഇൻ എ ലിമിറ്റഡ് ബഡ്ജറ്റ്. എംപതൈസ് എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് ഒരു കോളേജ് സ്റ്റുഡൻറ്റ് ബുദ്ധിമുട്ടുകൾ. അവർക്ക് ബുദ്ധിമുട്ടുകളല്ല, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ബുക്ക് കൊണ്ടുപോകണം, അവരുടെ ടിഫിൻ കൊണ്ടുപോകണം, അവരുടെ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുപോകണം. അത് നന്നായിട്ട് അടഞ്ഞിരിക്കണം, തുറന്നു പോകാനൊന്നും പാടില്ല. അങ്ങനെയുള്ളതൊക്കെയാണ് അവരുടെ എംപതൈസിനകത്ത് പെടുന്നത്. ഡിഫൈൻ എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് ബുക്ക് ഒരു ഇടത്ത്, ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് ഒരിടത്ത്, ടിഫിൻ ഉണ്ടെങ്കിൽ പേന, പെൻസിൽ, അങ്ങനെയുള്ള പൗച്ച് ഉണ്ടെങ്കിൽ ഓരോരുത്തർ വെക്കാൻ വേണ്ടി ഉള്ള ഒരു റാക്ക് ഉണ്ടെങ്കിൽ, ഒരുപാട് ഉണ്ടെങ്കിൽ അത് നല്ല സെറ്റപ്പാണ്. ഇറ്റ് ഷുഡ് അവരുടെ സിബ് ലോക്ക് ചെയ്യണം. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ടുള്ള സിബാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ സിബ് ഒരു ബാഗിൻ്റെ മെയിൻ സംഭവമാണ് സിബ് എന്ന് പറയുന്നത്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാക്കാസിന് കൊള്ളത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സിപ്പ് വേണം എന്നുള്ളതാണ്. ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ലൈറ്റ് വെയ്റ്റ് വിത്ത് സ്ലീക്ക് ഡിസൈൻ. നല്ലൊരു ഡിസൈൻ അതിന് വേണം. ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം. അല്ലാതെ നമുക്കിപ്പം ഒരു ബുക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ നല്ല വെയിറ്റാണ്. അപ്പോൾ അതിൻ്റെ ബാഗിനും കൂടെ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടാണ്. Ideate should have separate rack for keeping books and tiffin. It should sit still. ഇതൊക്കെ പറഞ്ഞാണല്ലോ. It should have a compartment to keep laptopന് ഒരു സൈഡ്. It should have a compartment on outer side to keep water ബോട്ടിൽസിനൊരു സൈഡ്. സ്മോൾ പൗച്ച്, ചെറിയ പെൻ ഡ്രൈവോ ചാർജറോ ഒക്കെ ഇടാൻ വേണ്ടി. The shoulder strap should be of soft material. നമ്മൾ ഇടുന്ന ഷോൾഡർ സ്ട്രാപ്പ് സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കണം. നമുക്ക് ഒരുപാട് നേരം ഇട്ടുകൊണ്ടിരിക്കുക, ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇടുന്നതൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കണം. ഒരു വാട്ടർ പ്രൂഫ് ആയിരിക്കണം. മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം അകത്ത് കയറാതെ നിൽക്കണം. ഇറ്റ് ഷുഡ് ഹാവ് ആൻ ഇന്നർ സീക്രട്ട് പൗച്ച് ടു കീപ് മണി ഓർ എനി അതർ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഒരു സീക്രട്ട് പൗച്ച് അതിന് വേണം, പൈസയൊക്കെ സൂക്ഷിച്ചു വെക്കാൻ. അതാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു 2D പ്രോട്ടോടൈപ്പാണ് ഈ അടുത്ത് കാണുന്നത്. ടെസ്റ്റ് എന്ന് പറയുന്നത് ആ പ്രോട്ടോടൈപ്പിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് 5th one. അതിന് എല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ? മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ പ്രൂഫിന് പോളിയെസ്റ്റർ ആണ്. ലൈറ്റ് വെയ്റ്റും സ്ലീക്ക് ഡിസൈനും നമ്മളതിന് കൊണ്ടുവന്നിട്ടുണ്ട്. സെപ്പറേറ്റ് റാക്ക് ബുക്കിനും ലാപ്ടോപ്പിനും വാട്ടർ ബോട്ടിൽ ഹോൾഡറിനും എല്ലാം സെപ്പറേറ്റ് റാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ എക്സ്പെക്റ്റഡ് ഫങ്ഷണാലിറ്റിയും വെച്ച് നമ്മളൊരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചെയ്തേക്കുകയാണ്. ഡിസൈൻ തിങ്കിങ് പിന്നെ നമ്മൾ പറഞ്ഞത് ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് തിങ്കിങ് ആണ്. Converging is the process of figuring out a concrete solution to any problem. Divergent is the process of thinking that explore multiple possible solutions in order to generate creative ideas. Convergent is a straightforward process that focuses on figuring out the most effective answer to a problem. Speed, accuracy, logic, its characteristics. It helps to find out the best possible answer to any problem, which are accurate most of the time and no room for ambiguity is left. Divergent ആണെങ്കിൽ it refers to opening the mind in various directions and trying out multiple solutions for a problem. Characteristics: spontaneous, free-flowing, non-linear. Divergent thinking keeps options open and a completely accurate answer isn't identified. Convergent thinking എന്ന് പറയുമ്പോൾ ഡൈവേർജൻറ്റ് ഒരു പെണ്ണിൻ്റെ കാര്യമാണ് ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൽ പറയുന്നതെങ്കിൽ
As a straw, list out some pen other than writing. Writing-ന് അല്ലാതെയുള്ള കാര്യങ്ങൾ. As a straw, as a toy, to rewind cassette tape, as an improvised stabbing weapon, as a paper punch, use as a ruler, to make a smartphone stylus, to make a whistle. Case study of a fork. Scramble things, mix things, stir stuff, poke things or people, give to a small farmer as a pitchfork, scratcher, get something out of a fire, murder weapon, tool of torture, etc. Design thinking as a team. In order to get best and creative solution, it is generally performed as a team activity. Every member may raise their own ideas and solutions. Characteristics of an effective team. Team goals are as important as individual goals. The team understands the goal and is committed to achieving them. Trust replacing fear, and people feel comfort taking risk. Respect, collaboration, and open-mindedness are prevalent. Steps in resolving conflicts. Prepare the solutions, understand the situation, reach agreement. നിങ്ങൾക്കിത് വായിച്ച് നോക്കാവുന്നത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. Understand the situation, clarify position, list facts, assumptions and beliefs underlying each positions, analyze in smaller groups, convene back as team, reach agreement. Preventing conflicts, dealing with the conflict immediately, being open, practicing clear communications, etc. Design thinking in a direct role in hospitals. നമ്മൾ ഒബ്ജക്റ്റീവ് എഴുതണം, ഇൻറ്റൻഡഡ് യൂസേഴ്സിനെ എഴുതണം, സ്കോപ്പ് എന്താണ്, ഹോസ്പിറ്റൽ ആണ് ഡൊമെയിൻ, എക്സ്പെക്റ്റഡ് ഫങ്ഷനാലിറ്റീസ്, ഹാവ് എ വീൽ വേണം as we need to move it from one room to another. You should have a rack to keep the medicine, should be lightweight with a sleek design so that we can move it easily. Exciting functionalities, the wheel should have a lock, should have a rack with the closing doors, it should have a separate rack for keeping drugs for each room patients, should have a facility to dispose medicinal waste like cotton, syringe, etc. Should have an open table on the top to keep case diary charts of patients. ഇതിൻ്റെ പ്രോസ് പറയുകയാണെങ്കിൽ സിമ്പിൾ, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, ഈസിയർ ടു കീപ് മെഡിസിൻ ആൻഡ് ബൗണ്ടറീസ് ആർ പ്രൊവൈഡഡ് ഇൻ ഓൾ ത്രീ സൈഡ്സ് വിച്ച് പ്രിവെൻറ്റ് ഫ്രം മെഡിസിൻ ഫോളിങ് ഡൗൺ വൈൽ മൂവിങ്. കോൺസ് പറയുകയാണെങ്കിൽ ഓരോ റൂമിൽ ഡിഫിക്കൽട്ട് ടു സോർട്ട് ഔട്ട് മെഡിസിൻസ് ഫോർ ഈച്ച് റൂം, നോ ഡോർസ് ഫോർ റാക്സ് ആൻഡ് നോ ഓപ്പൺ ടേബിൾ, ഒരു അടവില്ല അതിന്, വീൽസ് ആവ് നോ ലോക്സ്, വീൽസിന് ഒരു ലോക്കും ഇല്ല, അത് അവിടെ നിൽക്കണമെന്നില്ല. മോഡൽ 2 ആണെങ്കിൽ സിമ്പിളാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, മെഡിസിൻസ് കൊണ്ടുപോകാൻ എളുപ്പമാണ്, അതിനും അതൊരു ഡോറില്ല, നോ ഓപ്പൺ ടേബിൾ, വീൽസിന് ലോക്കില്ല, ഡിഫിക്കൽട്ടാണ് ഓരോ സ്ഥലത്തും ഓരോ റൂമിൽ കൊണ്ടുപോകാൻ. as there are no boundaries, there is high chance of falling down the മെഡിസിൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകാൻ നല്ല ചാൻസ് ഉണ്ട്, ഓരോന്നും ഓരോ ആസിഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നഴ്സിൻ്റെ മേത്തോട്ട് വീണാൽ ഇതൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. മോഡൽ 3 എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്. ഈസിയർ ടു കീപ് മെഡിസിൻ ആസ് ബൗണ്ടറീസ് ആൻഡ് ലിഡ്സ് ആൻഡ് ദർഫോർ ഈച്ച് റാക്ക്. ഡിഫിക്കൽട്ടി എന്തുവാന്ന് പറഞ്ഞാൽ അതിനും ലോക്ക് ഇല്ല. 4ാമത് വന്ന സംഭവമാണ്, ഇപ്പോൾ നമ്മൾ പലയിടത്തും കാണാറുണ്ടെന്ന് തോന്നുന്നു, അല്ല നേരത്തെ കാണാറുണ്ടായിരുന്നു. An open table is there on the top to keep case diary, charts of patient, വീൽസിന് ലോക്ക് ഉണ്ട് അവിടെ, പക്ഷേ നോ ഓപ്ഷൻ ഫോർ ഡിസ്പോസിങ് ക്ലിനിക്കൽ വേസ്റ്റ്. ക്ലിനിക്കൽ വേസ്റ്റ് കളയാൻ വേണ്ടി അവിടെ ഒരു പ്രോസസ്സ് ഇല്ല. അതാണ് കോൺസ്. മോഡൽ 5 വരുന്നപ്പോൾ അതിൽ ഓപ്പൺ ടേബിൾ ഇസ് ദർ ഓൺ ദ ടോപ്പ് ടു കീപ് കേസ് ഡയറി, അങ്ങനെ ഡയറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാം. ഹാവ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് റാക്ക് ടു കീപ് ഡ്രഗ്സ് അക്കോർഡിംഗ്ലി. അതിന് അടയ്ക്കാനുള്ള ഡോർസൊക്കെ ഉണ്ട്. കോൺസ് എന്ന് പറയുന്നത് അതിനും ലോക്കില്ല, നോ ഓപ്ഷൻ ഫോർ ഡിസ്പോസിങ് ക്ലിനിക്കൽ വേസ്റ്റ്, ഡിഫിക്കൽട്ട് ടു സോർട്ട് ഔട്ട് ദ മെഡിസിൻ ഫോർ ഈച്ച് റൂം, ഓരോ റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടാണ്. മോഡൽ 6 എന്ന് പറയുന്നത് എല്ലാം പറയുന്ന പോലെ തന്നെ ഓപ്പൺ ആൻഡ് ക്ലോസ് റാക്ക് ഉണ്ട്. ഈസിയർ ടു കീപ് മെഡിസിൻ ആൻഡ് സോർട്ട് ഔട്ട് മെഡിസിൻസ് ഫോർ ഈച്ച് പേഷ്യൻ്റ് ആസ് ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് ആർ പ്രൊവൈഡഡ് ഫോർ ഈച്ച് റൂം. കോൺ എന്താണെന്ന് വെച്ചാൽ വീൽസിന് ലോക്കില്ല, ക്ലിനിക്കൽ വേസ്റ്റ് കളയാനൊരു ഇതില്ല, ഡയറി ഒന്നും വെക്കാൻ പറ്റില്ല. മോഡൽ 7 എന്ന് പറയുന്നത് സിമ്പിളാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഈസിയർ ടു കീപ് മെഡിസിൻ ആൻഡ് ഫോർ ഈച്ച് പേഷ്യൻസ്, ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ് റാക്ക്, ക്ലിനിക്കൽ വേസ്റ്റ് കളയാൻ പറ്റും, പേഷ്യൻസിൻ്റെ ഡയറീസൊക്കെ വെക്കാം, വീൽസിന് ലോക്കുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ കോൺസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മോഡൽ 7 നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് എഴുതുക. ഇതിനേക്കാളും കൂടുതൽ പ്രോസ് ഉള്ളത് എഴുതുക.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് മോഡ്യൂൾ 2-ൽ നമുക്ക് പഠിക്കാനുള്ളത്. സ്റ്റേറ്റ് ദ റോൾ ഓഫ് ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഹൗ ടു പെർഫോം ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം മാനേജിങ് കോൺഫ്ലിക്ട്സ്. Illustrate the design thinking for designing a bag for college student. അത് ചോദിച്ചിട്ടുണ്ട്. Construct a number of possible designs, then redefine the narrow down to the best design for drug trolley used in hospitals. രണ്ടും നമ്മളിപ്പോൾ പറഞ്ഞു. താങ്ക് യു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.